എൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു ചെറിയ സാഡ് ഇൻസിഡൻറ്റ് ഞാൻ പറയാം. പണ്ട് എവിടുന്നോ, അതായത് ആ കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു കെട്ട് വന്നിട്ട് അതിൽ ഒരു തെങ്ങ്, അതായത് നമ്മുടെ ഈ തുളസിത്തറയൊക്കെ ഇല്ലേ, അതുപോലെ ഒരു കെട്ടിങ്ങനെ വന്നിട്ട് അതിന് നടുക്ക് ഒരു വലിയ തെങ്ങ്. അത് ഇപ്പം ഇല്ലാതെ മുറിച്ച് മാറ്റി. സോ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ, ഇപ്പോഴും ഉണ്ട്, എന്നാലും ഇഷ്ടംപോലെ അണ്ണാൻ പോലുള്ള പല പല ജീവികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നത്, അന്ന് എവിടെന്നോ എങ്ങനെയോ ഒരു കുഞ്ഞ് അണ്ണാൻ കുഞ്ഞിനെ കിട്ടി. അതിനെ ഞങ്ങൾ ഉള്ളിൽ കൊണ്ടുവന്ന് അതിന് പാല് ഒക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തി. അപ്പം ഞാൻ കുഞ്ഞാണ്, എനിക്ക് നന്നായിട്ട് നോക്കാനും ഒന്നും അറിയത്തില്ല. അപ്പോൾ അമ്മയായിരുന്നു നോക്കുന്നത്, അമ്മയും അച്ഛനും കൂടെ. അപ്പം നമ്മുടെ റൂമിനകത്ത് തന്നെ ഇതിനെ ഇടയ്ക്ക് തുറന്ന് വിടും, അല്ലാതെ കൂട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് കുറച്ച് വാമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ അടച്ച് വയ്ക്കുമായിരുന്നു. അതായത് ഫുൾ കവർ ചെയ്ത് വയ്ക്കുന്നല്ല, ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കണ്ണറയൊക്കെ ഉള്ള പോലത്തെ ഒരു ലിഡ് വെച്ചടച്ച് അങ്ങനെ വയ്ക്കുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റൂമിൽ തന്നെ തുറന്നു വിടും, പാല് കൊടുക്കും, അങ്ങനെ. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ കട്ടിലിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ സൈഡിൽ എന്തോ കിടക്കുമായിരുന്നു, ഇങ്ങനെ തല പുറത്തേക്ക്, ബെഡിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് നീണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ നല്ല കുഞ്ഞാണ്, അവനാണെങ്കിൽ ഈ തുമ്പിൽ, അതായത് ബെഡിൻ്റെ എഡ്ജിൽ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവനും കുറച്ച് കുഞ്ഞാണ്, പെട്ടെന്ന് വന്ന് ഈ താഴെ ഇരുന്ന അണ്ണൻ കുഞ്ഞിൻ്റെ മേത്തൂടെ വീണ്. ആ ടൈമിൽ പാവം ആ അണ്ണൻ കുഞ്ഞിൻ്റെ വാല് മുറിഞ്ഞു പോയി. വളരെ കുഞ്ഞായിരുന്നത്, അതിൻ്റെ വാല് മുറിഞ്ഞു പോയി. ബ്ലഡ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അതെനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഈ ജീവികൾക്കൊക്കെ വേദനിക്കുമ്പോൾ, മനുഷ്യനാണെങ്കിൽ കൂടി എന്തിന് ഒരു ചെറിയ വേദന വന്നാലും എനിക്കത് നല്ല ഫീലാവും. അപ്പോൾ എനിക്ക് നല്ല വിഷമമായി, ഞാൻ കരഞ്ഞു. അതിനുശേഷം പിന്നെ അത് കുറേ നാൾ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഞങ്ങളെ വിട്ടുപോയി. പിന്നെ കുറേ നാളത്തേക്ക് ഒന്നും വേണ്ടാന്ന് തോന്നി, ഒന്നിനെയും വളർത്താനും തോന്നിയില്ല. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ആ സാഡ് ഇൻസിഡൻറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഡ് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ടെങ്കിലേ കമൻറ്റ് ചെയ്യണേ. ബൈ.